കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ആയി ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒതന്റിക് ആയിട്ടുള്ള റിച്ച് പ്ലം കേക്ക് ആണ്. അപ്പോൾ 3 ആഴ്ച മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കുന്നതിൻ്റെ. ഇപ്പൊ അത് ഒരു 3 വീക്സ് കഴിഞ്ഞു. ഞാൻ ആ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫ്രൂട്ട്സ് ആദ്യം തന്നെ ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പൊ ഇതിനകത്ത് റമ്മും വൈനും ഒക്കെയാണ് നമ്മൾ അന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കാണാത്തവര് ആ വീഡിയോ കാണണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഡ്രെയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് ചെരിഞ്ഞ് ഒരു 1-2 മണിക്കൂറെങ്കിലും അങ്ങനെ വെക്കുക. അപ്പൊ നന്നായിട്ട് അതിന്റെ ലിക്വിഡൊക്കെ വാർന്നു പോകും. ആ ലിക്വിഡ് കളയരുത്. ആ ലിക്വിഡ് നല്ലൊരു പാത്രത്തിൽ തന്നെ കളക്ട് ചെയ്യണം. അത് നമ്മൾ കേക്കിൽ ചേർക്കുന്നുണ്ട്. ആദ്യം ഇത് ഡ്രെയിൻ ചെയ്യാം, നീക്കി വെക്കാം. അത് കഴിഞ്ഞ് ഓരോരോ സ്റ്റെപ്പായിട്ട് വേറെ ചെയ്യാം. അപ്പൊ ഞാൻ ഫ്രൂട്ട്സ് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു 1-2 മണിക്കൂർ അവിടെ ഇരിക്കണം. ആ നേരം കൊണ്ട് നമുക്ക് അടുത്ത 1-2 സ്റ്റെപ്പുകൾ കൂടെ പാരലലി ചെയ്യാം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നതാണ്. അത് ഷുഗർ നന്നായിട്ട് കരിയിച്ചെടുത്ത് ലിക്വിഡാക്കി വെക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ചെയ്യാം. കാരണം അത് തണുത്ത് ആ സിറപ്പ് തണുത്ത് കിട്ടണം. അപ്പൊ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമുക്ക് അത് ആദ്യം ചെയ്യാം. ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം അത്രേ ഒഴിക്കേണ്ടുള്ളൂ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് ഇളക്കി ഇത് കരിയണ വരെ വെയിറ്റ് ചെയ്യുക. പതുക്കെ പതുക്കെ ഇരുന്ന് ഇത് മുഴുവൻ ഡിസോൾവായി ഷുഗർ കരിയാൻ തുടങ്ങണം. അപ്പോൾ ആ സ്റ്റേജിൽ ഇനി ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര തീ കൂട്ടി വെച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അത് നന്നായി കരിഞ്ഞ് കറുത്ത കളറാവുന്ന വരെ പതുക്കെ പതുക്കെ ഇളക്കി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് ഷുഗറൊക്കെ ഡിസോൾവ് ആയിട്ടുണ്ട്, പതഞ്ഞ് പൊന്താൻ തുടങ്ങിയിട്ട്. ഇനി ഇത് കരിയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ ഒരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം അത് ഞാൻ തിളപ്പിക്കാൻ പോവാണ്. ഇത് കരിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്യണ സമയം അപ്പുറത്ത് ബോയിൽ ചെയ്ത വെള്ളം ഇതിലേക്ക് നേരെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ സമയം തന്നെ അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കാണാൻ പറ്റും ഇത് നന്നായി കറുത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ പോണേ. വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. ഇത് ചൂടോടെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കൈ നന്നായി കവർ ചെയ്തിട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ നീളമുള്ള, ഇപ്പം ഞാനെടുത്തിരിക്കുന്ന കടായി നല്ല നീളമുള്ള പിടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നീട്ടി വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. നല്ല സൂക്ഷിച്ചൊഴിക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാനുണ്ടാവും നമ്മുടെ കാരമൽ സിറപ്പ് നല്ല ഡാർക്ക് കളറിലുള്ള ഷുഗർ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ വയ്ക്കാം കൂൾ ചെയ്യാനായിട്ട്. ഇത് നന്നായി കൂളായതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് കേക്കിൽ ചേർക്കുള്ളൂ. അപ്പം നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്തു. ഫ്രൂട്ട്സ് ഡ്രെയിൻ ചെയ്യാൻ വെച്ചു, കാരമൽ സിറപ്പ് ഉണ്ടാക്കി. ഇനി 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നീക്കി വെക്കുക. അത് നേരത്തെ തന്നെ ചെയ്തു വെക്കാവുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. സ്ട്രെയിനർ എടുക്കണമെന്നൊന്നുമില്ല, എല്ലാം കൂടെ ഇതിനകത്തിൽ കൂടെ സ്ട്രെയിൻ ചെയ്തെടുത്താൽ എല്ലാം പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. അതുകൊണ്ടാണ് സ്ട്രെയിനർ എടുക്കുന്നത്. അല്ലാതെ ഇത് അരിക്കുക എന്നുള്ളതല്ല ഇതിന്റെ പർപ്പസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇത് സ്പൈസ് പൗഡർ ആണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഏലക്കുണ്ട്, ഗ്രാമ്പൂ ഉണ്ട്,
പിന്നെ ജാതിക്ക, നട്ട്മഗ്, സിന്നമൻ, പിന്നെ കുറച്ച് ജിഞ്ചർ പൗഡർ. ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് ഞാൻ 1-2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടാണ് ഇത് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ ഇത് മൊത്തം സ്പൈസ് പൗഡർ അല്ല. ഇത്രയും സ്പൈസ് പൗഡർ ഒന്നും നമ്മൾ ഇടുന്നില്ല. ഇതിനകത്ത് ഷുഗർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തോന്നണത്. അപ്പൊ ഇതെല്ലാം കൂടെ ഈ സ്ട്രെയിനറിൽ ഇട്ടിട്ട് നമുക്കിത് മാറ്റിവെക്കാം. സ്ട്രെയിനറിൽ കൂടെ ഇതെല്ലാം മരിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിത് മാറ്റി വെച്ച് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ നമ്മള് ചെയ്തു വെക്കാനുള്ളത് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എഗ്ഗ്, ആദ്യം തന്നെ എഗ്ഗ് നമ്മൾ മഞ്ഞയും വെള്ളയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ അതിന്റെ എഗ്ഗ് വൈറ്റ് മാത്രമാണ് ബീറ്റ് ചെയ്യുന്നത്. അത് നല്ല പോലെ ബീറ്റ് ചെയ്ത് അത് ആ ഫോം പരിവായി വരുമ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ എടുക്കുന്ന ബീറ്റർ അത് ഫ്രഷ് ആയിട്ടുള്ള ബീറ്റർ ആയിരിക്കണം. അതിനകത്ത് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കഴുകി വൃത്തിയാക്കി തുടച്ച ബീറ്റർ എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ പരുവം നല്ല കട്ടിയില് ബീറ്ററിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ, അതുവരയ്ക്കും ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ മാറ്റി വെക്കുകയാണ്. പിന്നെ ഇനി ഇതിന്റെ അറ്റാച്ച്മെന്റ് മാറ്റണമെന്നില്ല, അത് കഴുകി വൃത്തിയാക്കണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ ഇത് എഗ് വൈറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ക്ലീൻ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എഗിന്റെ യെല്ലോ ആണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് അത്ര നമ്മൾ പീക്കായിട്ട് ബീറ്റ് ചെയ്യുന്ന ഒരു ഇതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേ അറ്റാച്ച്മെന്റ് തന്നെ യൂസ് ചെയ്യാം, കഴുകൊന്നും വേണ്ട. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് എഗിന്റെ യെല്ലോ ബീറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോ എഗിന്റെ യെല്ലോ ബീറ്റ് ചെയ്തു. ഇതേ സമയം തന്നെ നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇടണം. അതൊരു 160 പ്രീഹീറ്റ് ചെയ്യാൻ ഇടണം. ഇത് നമ്മൾ ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ബേക്കിംഗ് ടിന്നിലാക്കിയിട്ട് നേരെ അവനിൽ വെക്കാൻ പോവാണ്. അപ്പോൾ അത് പ്രീഹീറ്റ് ചെയ്യാൻ ഇടുക. അപ്പൊ നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ അത് പ്രീഹീറ്റ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ എഗിന്റെ യെല്ലോ ജസ്റ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാണ്. ഇത് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. ഇപ്പൊ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ബട്ടർ ആണെങ്കിൽ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച് നല്ല റൂം ടെമ്പറേച്ചറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ബട്ടർ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഞാൻ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്. അപ്പൊ ഇത് കുറേശ്ശെ ചേർത്ത് അടിക്കണം. ഒരുമിച്ച് ഇട്ടാലേ പെട്ടെന്ന് അത് തെറിച്ചു പോകും ബീറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം സ്ലോ സ്പീഡിൽ ഇട്ട് തുടങ്ങാം. എന്നിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ പതുക്കെ അതിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാം. ഇതിനകത്ത് പഞ്ചസാരയും മുഴുവനായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോ എഗിന്റെ യെല്ലോ, ബട്ടർ, പഞ്ചസാര ഇത്രയാണ് ഇതിനകത്തുള്ള ഇപ്പോ ഉള്ള കണ്ടൻസ്. ഇനി ഇതിനകത്തോട്ട് വാനില എസൻസ് ഒഴിക്കുകയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് എല്ലാം മിക്സ് ആക്കാനായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. നേരത്തെ ഫ്രൂട്ട്സ് ഡ്രെയിൻ ചെയ്തതിന്റെ ലിക്വിഡ് ആണ്, അത് കുറച്ചൊഴിക്കുന്നുണ്ട്. റമ്മും വൈനിലാണ് നമ്മളിത് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൂട്ട്സ്. അപ്പൊ അതിന്റെ ലിക്വിഡ് ആണ് ഡ്രെയിൻ ചെയ്തത്.
നേരത്തെ എടുത്തു വെച്ച കാരമൽ സിറപ്പാണ്. നല്ല ഡാർക്ക് ആയിട്ടുള്ള കാരമൽ. ഇതാണ് നമ്മുടെ കേക്കിന് കളർ കൊടുക്കുന്നത്. അതൊഴിക്കുക. ഇപ്പോൾ ഇതിനകത്ത് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിന്റെ മിക്സറും പിന്നെ ഫ്രൂട്ട്സും ആണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരുമിച്ച് ഇടണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ മതി. പിന്നെ ഇത് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യണ്ട. ലോ സ്പീഡിൽ ഇതൊന്ന് മിക്സ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ലോ സ്പീഡിൽ ഇട്ട് ചെയ്താൽ മതി. ഇതൊരു 3-4 ബാച്ച് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല. നമ്മൾ ഇനി ആകെ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും പിന്നെ എഗ് വൈറ്റ്സും ആണ്. അതിനെ നമുക്ക് ജസ്റ്റ് ഒരു സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്ത് ചേർത്താൽ മതി. ബീറ്റർ ഉപയോഗിക്കേണ്ട. അപ്പൊ നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. അപ്പോൾ ബീറ്റർ ഉപയോഗം കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്പാച്ചുല കൊണ്ട് ഇതെല്ലാം നടുക്കിലേക്ക് ആക്കുക. എന്നിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിപ്പോ ഒരു പ്ലേറ്റില് ഒരു കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇത് എടുത്തിട്ടുണ്ട്. ഇത് നേരെ നമ്മുടെ മിക്സറിലോട്ട് ഇട്ടാല് അത് താന്ന് കേക്കിന്റെ അടിയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഫ്ലോറില് ഡസ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ അത് പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോവില്ല. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് നട്ട്സും ചേർക്കുന്നുണ്ട്. ഈ നട്ട്സ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് കുറച്ച് കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്സ്, പിന്നെ വാൾനട്ട്സ്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് നട്ട്സ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് എഗ് വൈറ്റ്, നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് അതുകൂടിയാണ് ചേർക്കേണ്ടത്. ഇത് ഭയങ്കര സ്പീഡിൽ ഇതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കരുത്. പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇടുക. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് മൊത്തം ഇതിനകത്തോട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ബേക്കിംഗ് പാനിലോട്ട് ഒഴിക്കേ വേണ്ടുള്ളൂ. എല്ലാം മിക്സ് ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കി ചെയ്യാം. ഇത് കുറെ കഴിക്കരുത്, ടേസ്റ്റ് നോക്കാനൊക്കെ കഴിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇതൊരു ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാൻ പോവാണ്. ഞാനൊരു 8 ഇഞ്ച് സ്ക്വയർ ആയിട്ടുള്ള ഒരു ബേക്കിംഗ് ടിന്നാണ് ഇത്തവണ കേക്ക് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ ജസ്റ്റ് ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിന് മീതെ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ബാറ്റർ ഒഴിക്കാം. തവണ ഒന്ന് കൊട്ടുക. എന്തെങ്കിലും എയർ ബബിൾസ് ഇതിനുള്ളിലുണ്ടെങ്കിൽ അപ്പൊ അത് പോവും. നല്ലൊരു ഹാർഡ് സർഫസിൽ വെച്ചിട്ട്
അതൊന്ന് 2-3 തവണ ഒന്ന് കൊട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സ് വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഡെക്കറേറ്റ് ഒന്നും ചെയ്യാറില്ല, ഡയറക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാറാണ് പതിവ്. പിന്നെ ഇത് ഞാനിപ്പോ 160 ഡിഗ്രീസിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്കതൊരു 45 to 1 hour ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങളൊരു 40-45 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഒക്കെ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് നിർത്താം ബേക്കിംഗ്. അല്ല ബേക്കിംഗ് കുറവുണ്ടെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ്സ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ ചിലരുടെ ഓവനിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ മുകളിലേക്ക് ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അത് പെട്ടെന്ന് ഭയങ്കര കറുത്ത് വരാൻ തുടങ്ങും. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം ഇതേ ഒരു അളവിലുള്ള ഒരു അലുമിനിയം ഫോയിൽ കട്ട് ചെയ്ത് അതിന്റെ മുകളിൽ വെറുതെ വെച്ചാൽ മതി. ടൈറ്റ് ചെയ്തൊന്നും വെക്കേണ്ട, വെറുതെ ഒരു ഫോയിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ അത് പിന്നെ അത് ബേൺ ആവില്ല. പിന്നെ ഓരോരുത്തരുടെ അവന്റെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ മൈക്രോവേവിലാണെങ്കിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഓവനിലോ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും, ടൈമും കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് ഒരാളും ഈ പറയുന്ന ടൈമിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടൈമും അതിന്റെ ചൂടൊക്കെ അനുസരിച്ച് കണ്ടുപിടിക്കണം. ഞാനിപ്പോ ഒരു 40-45 മിനിറ്റ്സ് മുതൽ ചെക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് കറക്റ്റ് ആവണ നേരത്ത് ഞാൻ എടുക്കും. അപ്പോൾ എനിക്ക് യൂഷ്വലി 45 to 1 hour അതിന്റെ ഒരു റേഞ്ചിലാണ് ഉണ്ടാക്കാൻ സമയം എടുക്കാറ്. ഓരോരുത്തരുടെ അവന്റെ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അവൻ മാത്രമല്ല, നിങ്ങൾ എടുക്കുന്ന ബേക്കിംഗ് ടിന്ന് അത് നിങ്ങളുടെ കണ്ടന്റ് കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. ഇപ്പൊ ചെറിയ ടിന്നാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഇതേ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അപ്പൊ അതിൽ കണ്ടന്റ് കുറച്ച് കൂടുതലുണ്ടാവും, കുറച്ച് ഹൈറ്റിലുണ്ടാവും. ഇനിയിപ്പോ നമുക്ക് ഈ റിച്ച് പ്ലം കേക്ക് ബേക്ക് ചെയ്ത് അവസാനം ബേക്ക് ചെയ്തതിന് ശേഷമുള്ള കേക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ബേക്ക് ചെയ്തിരിക്കുന്ന റിച്ച് പ്ലം കേക്ക്. ഇത് എനിക്കൊരു 50 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു അരമണിക്കൂർ പുറത്ത് ഒരു വയർ റാക്കിൽ വെച്ച് അതിന്റെ ചൂടാറിയതിന് ശേഷമുള്ള കേക്കാണിത്. ഇനി ഇത് നിങ്ങൾക്ക് 1-2 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്മസിന് 2-3 ആഴ്ച മുൻപ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് റമ്മ് ഒരു ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് നന്നായി കവർ ചെയ്ത് എടുത്തു വെക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ റമ്മ് അപ്ലൈ ചെയ്യണ്ട, ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പൊ എല്ലാവർക്കും മേരി ക്രിസ്മസ്.